ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരേ പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരേ പ്രൊഡക്റ്റ് പല പ്രൈസ്, സെയിം ബാർകോഡ് ആയിരിക്കും, പക്ഷേ പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. നോക്കാം എങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് സോഫ്റ്റ്വെയറിൽ. അതിനായിട്ട് ഫസ്റ്റ് പർച്ചേസ് എൻട്രി സെലക്ട് ചെയ്യുക. പർച്ചേസ് എൻട്രി, ഓക്കെ. ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യുവാണ്. ജാൻവി, ഇൻവോയ്സ് നമ്പർ ആഡ് ചെയ്തു. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുവാണ്. ആഡ് ചെയ്തു, ക്വാണ്ടിറ്റി കൊടുത്തു, പ്രൈസ് ചേഞ്ച് ചെയ്യുവാണ്. ദെൻ ഹോൾസെയിൽ പ്രൈസും ചേഞ്ച് ചെയ്യുന്നു, MRP ചേഞ്ച് ചെയ്യുന്നു. ദെൻ ആഡ് ചെയ്യുവാണ്. വേറൊരു പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്യാം. എറേസർ, പർച്ചേസ് പ്രൈസ് ആഡ് ചെയ്യുന്നു. ദെൻ സെയിൽ പ്രൈസും ചേഞ്ച് ചെയ്യുവാണ്. ഹോൾസെയിലും ചേഞ്ച് ചെയ്തു, MRPയും ചേഞ്ച് ചെയ്തു. ദെൻ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റും ആഡ് ചെയ്യും. ഇപ്പം ഞാൻ പെന്നും എറേസറും മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, വീണ്ടും ന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇതേ പ്രൊഡക്റ്റ് തന്നെ വേറൊരു സപ്ലൈയുടെ നിന്ന് പർച്ചേസ് ചെയ്യുവാണ്. പാർവതി സെലക്ട് ചെയ്തു. ദെൻ ഇൻവോയ്സ് നമ്പർ ആഡ് ചെയ്യുവാണ്. അതിനുശേഷം പെൻ സെലക്ട് ചെയ്തു. പെന്നിൽ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് ആ ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, അതിനുശേഷം MRP ആഡ് ചെയ്തു. പർച്ചേസ് പ്രൈസ് മാറുന്നു. സെയിൽ പ്രൈസും ചേഞ്ച് ചെയ്യുവാണ്. MRP ചേഞ്ച് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തു. പിന്നെ എറേസർ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് എറേസർ ആയിരുന്നു. എറേസറും സെലക്ട് ചെയ്തു. പ്രൈസ് ചേഞ്ച് ചെയ്യുവാണ്. ഹോൾസെയിൽ പ്രൈസ് മാറ്റുന്നുണ്ട്. എത്ര ക്വാണ്ടിറ്റി ആണോ ആ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കാം. ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം സെയിൽ. ഇപ്പോൾ ഒരേ പ്രൊഡക്റ്റിൻ്റെ തന്നെ 2 പർച്ചേസ് ഉണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് സെയിൽ പാനലിൽ നോക്കാം എങ്ങനെ ഇത് വരുന്നതെന്ന്. സെയിൽ പാനൽ സെലക്ട് ചെയ്തു. എറേസർ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, നോക്കൂ, ഇതാണ് പ്രൊഡക്റ്റ് പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരേ പ്രൊഡക്റ്റിൻ്റെ പല പ്രൈസുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ ഏത് പ്രൈസിൽ നിങ്ങൾക്ക് വിൽക്കണോ ആ പ്രൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുവാണ്. പെൻ. ഓക്കെ, ഇതിൽ ഡിഫറെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല പല പർച്ചേസ് എൻട്രി ചെയ്തതുകൊണ്ട് പല പല ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പ്രൈസ് ലിസ്റ്റ്, ഏത് പ്രൈസ് വേണോ ആ പ്രൈസ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരേ MRP ഉള്ള പ്രൊഡക്റ്റിന് പല റേറ്റ്, ഒരേ ബാർകോഡുള്ള പ്രൊഡക്റ്റിന് പല റേറ്റ് വരണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് എൻട്രി ചെയ്താൽ മതി. അപ്പോൾ പ്രൊഡക്റ്റ് പാരാമീറ്റർ ലിസ്റ്റിൽ പല റേറ്റുകൾ കാണിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.